ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു 1.5 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കാതെ പോയി. ഇന്ന് നമ്മൾ ശ്രീരുദ്രത്തിലെ ചമകം 4-ാമത്തെ അനുഭാഗത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം ചമകത്തിലെ 3-ാമത്തെ അനുഭാഗമായിരുന്നു വ്യാഖ്യാനം ചെയ്തിരുന്നത്. ഇന്ന് 4-ാമത്തെ അനുഭാഗത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ആദ്യം അതൊന്ന് ചൊല്ലാം. ഓം ഊർച്ചമേ സൂനൃതാചമേ പയശ്ചമേ രസശ്ചമേ ഘൃതഞ്ചമേ മധുചമേ സഗ്ദിച്ഛമേ സപീതിച്ഛമേ കൃഷിശ്ചമേ വൃഷ്ടിശ്ചമേ ജൈത്രഞ്ചമൗദ്ഭിദ്ധ്യം ജമേ രയിച്ഛമേ രായച്ഛമേ പുഷ്ടം ജമേ പുഷ്ടിച്ഛമേ വിഭുജമേ പ്രഭുജമേ ബഹുജമേ ഭൂയശ്ചമേ പൂർണ്ണം ചമേ പൂർണ്ണതരം ചമേ ക്ഷിതിശ്ചമേ കുയവാശ്ചമേ അന്നം ചമേ ക്ഷുച്ഛമേ വ്രീഹയശ്ചമേ യവാശ്ചമേ മാഷാശ്ചമേ തിലാശ്ചമേ മുദ്ഘാശ്ചമേ ഖൽവാശ്ചമേ ഗോധൂമാശ്ചമേ മസൂരാശ്ചമേ പ്രിയങ്കവച്ഛമേണവശ്ചമേ ശ്യാമാകാശ്ചമേ നീവാരാശ്ചമേ. ഇനി അതിൽ ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം. നമുക്ക് ഊർച്ചമേ ഊർക്ക് എന്ന് പറഞ്ഞാൽ അന്നസാമാന്യം, അതായത് സാധാരണയായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ. ഊർച്ചമേ അന്നസാമാന്യം ദീയതാം, ഭക്ഷണസാധനങ്ങൾ ദീയതാം, ഭക്ഷണസാധനങ്ങൾ എനിക്ക് തരപ്പെടട്ടെ, ലഭ്യമാക്കപ്പെടട്ടെ എന്നർത്ഥം. ദീയത എന്ന് പറഞ്ഞാൽ ലഭ്യമാക്കപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഊർച്ചമേ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ. ഇതിന് മുമ്പത്തെ 3 അനുവാദങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ഇതിൽ ഓരോന്നും വ്യക്തമായിട്ട് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഊർച്ചമേ ഭക്ഷണ സാധനങ്ങൾ, അന്നസാമാന്യം സാധനാനി സാധാരണ അന്നസാധനാനി അത് ലഭ്യമാക്കിയാലും തീയതാം. ഊർജമേ ച മേ അത് പറഞ്ഞിട്ടുണ്ട്. മേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ എനിക്കായിക്കൊണ്ട് ദീയതാം ലഭ്യമാക്കപ്പെടട്ടെ എന്നർത്ഥം. ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം, ഇതും കൂടി എന്നുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അത് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ചമേ എന്ന് പറഞ്ഞാൽ എനിക്കായിട്ട് ലഭ്യമാക്കിയാലും എന്നർത്ഥം. മേ എനിക്കായിക്കൊണ്ട്, ച ഇതും കൂടി ആൾസോ എന്നർത്ഥം. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഊർച്ചമേ ഊർക്ക് അന്നസാമാന്യം സാമാന്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കിയാലും തീയതാം. പിന്നീട് സൂനൃതാചമേ സൂനൃത എന്ന് പറയുന്നത് പ്രിയോക്തിഹി സന്തോഷകരമായിട്ടുള്ള, എൻ്റെ മനസ്സിൽ സന്തോഷത്തെ ഉണ്ടാക്കുന്ന, അഥവാ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉള്ള വാക്കുകൾ മറ്റുള്ളവരിൽ നിന്നും ഞാൻ കേൾക്കട്ടെ എന്നർത്ഥം. ഇതാണ് പ്രിയോക്തിഹി ദീയതാം. പ്രിയോക്തി ഇഷ്ടപ്പെട്ട വാക്കുകൾ ലഭ്യമാക്കിയാലെന്നർത്ഥം. ദീയതാം വാക്ക്, ഉക്തി, വചനം. അപ്പോൾ
അപ്പോൾ മറ്റുള്ളവരിൽ നിന്നും എനിക്ക് മംഗളകരമായിട്ടുള്ളത്, അഥവാ എനിക്ക് സന്തോഷത്തെ ഉളവാക്കുന്നതായിട്ടുള്ള, ഇഷ്ടത്തെ ഉളവാക്കുന്നതായിട്ടുള്ള, സന്തോഷജന്യമായിട്ടുള്ള വാക്കുകൾ, പ്രിയമായിട്ടുള്ള വാക്കുകൾ, ഉക്തികൾ ലഭ്യമാക്കപ്പെട്ടാലും എനിക്കായിക്കൊണ്ട്. സൂനൃതാചമേ പയശ്ചമേ, പയഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീരം, പാല് ലഭ്യമാക്കിയാൽ. അപ്പോൾ ഇവിടെ ഓരോ ഐറ്റമും എണ്ണി പറയുന്നു. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒഴിച്ചുകൂടാത്ത വസ്തുക്കൾ ഡീറ്റെയിൽഡായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോന്നും എടുത്ത് പറയുന്നു. അപ്പോൾ പയശ്ചമേ, ക്ഷീരഞ്ജമേ എന്നർത്ഥം. ക്ഷീരം ദീയതാം, ക്ഷീരം ലഭ്യമാക്കപ്പെടട്ടെ. രസശ്ചമേ, പിന്നെ വെറുതെ ക്ഷീരം ഉണ്ടായാൽ പോരല്ലോ, അതിൽ രസം, അതിൻ്റെ സത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ടേസ്റ്റ്, സ്വാദുണ്ടായിരിക്കണം. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ക്ഷീരത്തെ ലഭ്യമാക്കിയാലും. അതാണ് രസശ്ചമേ, രസം സത്ത് എന്നർത്ഥം. അപ്പോൾ പഴത്തിലെ ക്ഷീരസ്യ രസം, ക്ഷീരത്തിൽ ക്ഷീരേ രസം ഭവതു. അപ്പോൾ ക്ഷീരത്തിൽ രസമുണ്ടാവട്ടെ, സ്വാദുണ്ടാവട്ടെ. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള, ഇപ്പോൾ പയശ്ചമേ ക്ഷീരഞ്ജമേ എന്ന് പറഞ്ഞു, ക്ഷീരം ദീയതാം, പാല് ലഭ്യമാക്കിയാലെന്ന് പറഞ്ഞു. അത് എങ്ങനെയുള്ളതായിരിക്കണം? രസശ്ചമേ, സ്വാദിഷ്ടമായിരിക്കട്ടെ. പിന്നെ ഘൃതം ജമേ, നെയ്യ് ലഭ്യമാക്കിയാലും. ക്ഷീരമുണ്ടെങ്കിൽ നെയ്യ് ഉണ്ടാക്കാം, പക്ഷെ നല്ല നെയ്യും അതിൽ നിന്നുണ്ടാവട്ടെ, ലഭ്യമാക്കിയാലും. മധുജമേ, പിന്നെ തേന്. അപ്പോൾ പാല്, അതിൽ ടേസ്റ്റ്, സ്വാദുണ്ടായിരിക്കണം. പിന്നെന്താണ്? നെയ്യ്, നല്ല നെയ്യ് ലഭ്യമാകട്ടെ. പിന്നെയുള്ളത് മധുജമേ, തേന് ലഭ്യമാകട്ടെ. ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. മധുജമേ, മധു തേന്. സഗ്ധിച്ചമേ, സഗ്ധിഹി എന്ന് പറഞ്ഞാൽ ബന്ധുഭിഹി സഹ ഭോജനം എന്നാണ്. ബന്ധുഭിഹി സഹ ഭോജനം, സഹഭോജനം. ആരോടൊപ്പം? ബന്ധുഭിഹി, ബന്ധുക്കളോടൊപ്പം ഒന്നിച്ചിരുന്ന് സന്തോഷകരമായിട്ട് ഭോജനം കഴിക്കാനായിട്ട് സാധ്യമാകട്ടെ എന്നർത്ഥം. ഭക്ഷണം ഉണ്ടാകാൻ കൂടാതെ തിന്നുന്നത് ഒറ്റയ്ക്ക് മാത്രം തിന്നുക എന്നുള്ളതല്ല, കുടുംബത്തോടു കൂടി, ബന്ധുജനങ്ങളോടുകൂടി, സന്തോഷത്തോടു കൂടി അത് ഭുജിക്കാനും കഴിയണം. അപ്പോൾ മാത്രമേ അത് പരിപൂർണമാകുന്നുള്ളൂ എന്നർത്ഥം. അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇഷ്ടം പോലെ വാരി വെട്ടി ഒരു സന്തോഷം ഉണ്ടാവില്ല. കുടുംബജീവിതം, ബന്ധുക്കൾ, സകല ബന്ധുക്കളോടൊപ്പം ഒന്നിച്ച് സഹഭോജനം ചെയ്യാനായിട്ട് സാധ്യമാകട്ടെ. ദീയതാം, ആ അവസരത്തെ ദീയതാം തന്നാലും. സഗ്ധിഹി ബന്ധുഭിഹി സഹഭോജനം ബന്ധുക്കളോടൊപ്പമുള്ള സഹഭോജനം ലഭ്യമാവട്ടെ. സന്തോഷകരമായിട്ട് സഹഭോജനം കഴിക്കാനായിട്ട് അവസരം ലഭ്യമായിട്ടെന്ന്. സഗ്ധിഹി സപീതിച്ഛമേ, സപീതി പാനം, സപീതി പാനം, അതും ബന്ധുഭിഹി സഹപാനം. അവരോടൊപ്പം തന്നെ സന്തോഷകരമായിട്ട്, ബന്ധുക്കളോടൊപ്പം സന്തോഷകരമായിട്ട് പാനീയം കഴിക്കാനായിട്ടും സാധിക്കട്ടെ. അപ്പോൾ സഗ്ധിഹി എന്ന് പറഞ്ഞാൽ ബന്ധുക്കളോടൊപ്പമുള്ള സന്തോഷകരമായിട്ടുള്ള ഭോജനം. പിന്നെ ഭോജനവും ഭക്ഷണവും അതുപോലെ തന്നെ പാനീയവും. സപീതി സഹപാനം, ഒന്നിച്ച് ബന്ധുഭിഹി സഹപാനം, ബന്ധുക്കളോടൊപ്പം തന്നെ സന്തോഷകരമായിട്ട് ഒന്നിച്ചിരുന്ന് പാനീയങ്ങൾ കഴിക്കാനാണ്. അപ്പോൾ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാനായിട്ട് സാധ്യമാകട്ടെ, ലഭ്യമാകട്ടെ. ആ അവസരത്തെ ദീയതാം തന്നാലും ലഭ്യമാക്കപ്പെടട്ടെ എന്നർത്ഥം. പിന്നെ കൃഷിശ്ചമേ, ഇതിനൊക്കെ ആധാരമായിട്ടുള്ള എന്താണ്? കൃഷി. അപ്പോൾ നല്ല കൃഷി ഉണ്ടാവട്ടെ. കൃഷിശ്ചമേ, വൃഷ്ടിശ്ചമേ, വൃഷ്ടിയും ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ള വൃഷ്ടി? സമ്യക്കായിട്ടുള്ളത്. യഥാകാലം വൃഷ്ടി ദീയതാം, യഥാകാലം വൃഷ്ടി ദീയതാം. അനാവൃഷ്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ
കാലത്തിന്, അതായത് എപ്പോൾ ഇപ്പോൾ കൃഷിക്ക് ജലമാവശ്യമാണ്, മഴ ആവശ്യമാണ്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മഴ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അതാണ് വൃഷ്ടിച്ചമയം. ഇവിടെ വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴയാണ്. അത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ആ സമയത്ത് യഥാകാലേ എപ്പോൾ ഏത് കാലത്തിൽ അത് ആവശ്യമാണോ യഥാകാലേ, കാലത്തിൽ കൃഷിക്ക് എപ്പോഴാണോ ആവശ്യം അതിനനുസരിച്ചുള്ള വൃഷ്ടിയും ദീയതാം, മഴയെയും തന്നാലും എങ്കിലേ കൃഷി ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. കൃഷിഷ്ടമേ വൃഷ്ടിഷ്ടമേ ജൈത്രം ജമേ. എന്താണ് ജൈത്രം? ജൈത്രം എന്ന വിജയം എന്നർത്ഥമാണ്. ജൈത്രം ജയശീലം, വിജയം, ജയിക്കൽ. ഇവിടെ എന്താണ് ജയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൃഷി ചമയെന്ന് പറഞ്ഞു. കൃഷി ദീയതാം, കൃഷി ഉണ്ടാവട്ടെ, ലഭ്യമാകപ്പെട്ടെ. വൃഷ്ടിച്ചമേ, വൃഷ്ടി ദീയതാം, വൃഷ്ടി ഉണ്ടാക്കപ്പെടട്ടെ എനിക്കായിക്കൊണ്ട് മേ. പിന്നെയോ അത് യഥാകാലം വൃഷ്ടി ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. പിന്നെയുള്ളത് ജൈത്രം. ജൈത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജയം, അതിൽ വിജയം വരിക്കണം ഈ കൃഷിയിൽ എന്നർത്ഥം. അത് വിജയം വരിക്കണമെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കണം? ഫെർട്ടൈൽ ലാൻഡ് ഉണ്ടായിരിക്കണം, ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമി ദീയതാം, ലഭ്യമാക്കിയാലും. ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടായിരിക്കണം. അതാണ് ജയിത്രം എന്നുണ്ടെങ്കിൽ. സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയം കൈവരിക്കത്തക്കത്തിലുള്ള, കൃഷിയിൽ വിജയം കൈവരിക്കത്തക്ക വിധത്തിലുള്ള ഭൂമിയെ തന്നാലും, അതായത് സുക്ഷേത്രം, നല്ല ക്ഷേത്രത്തെ തന്നാലും. ക്ഷേത്രം എന്നാൽ ഭൂമി. കൃഷിക്ക് ഉപയുക്തമായ ഭൂമിയെ തന്നാലും, അഥവാ ഭൂമിയെ കൃഷിക്ക് ഉപയുക്തമാക്കി മാറ്റിത്തന്നാലും എന്നർത്ഥവും വരാം. ഏതായാലും നല്ല ഭൂമിയെ തന്നാലും. ജൈത്രഞ്ചമയെ ഫലഭൂയിഷ്ടമായിട്ടുള്ള, ഫലസമൃദ്ധിയെ തരുന്ന ഭൂമിയെ തന്നാലും ദീയതാം എന്നർത്ഥം. വൃഷ്ടിച്ചമേ ജൈത്രഞ്ചമ. ഇനി ഔദ്ഭിദ്യം, അത് ചൊല്ലുന്ന അവസരത്തിൽ ജൈത്രഞ്ചമ ഔദ്ഭിദ്യം, ജൈത്രഞ്ച മഹൗദ്ഭിദ്യം എന്ന് വരുന്നത്. ജൈത്രഞ്ച ഔദ്ഭിദ്യം ഒന്നിച്ച് പറയുന്ന അവസരത്തിൽ ജൈത്രഞ്ച മഹൗദ്ഭിദ്യം ജമേ. ഔദ്ഭിദ്യം എന്നാണ് ഈ ഔദ്ഭിദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരു ഗുൽമാദീനാം ഉൽപ്പത്തി. തരു ഗുൽമാദീനാം ഉൽപ്പത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്ഷലതാദികൾ ഉണ്ടായിരിക്കണം. ഔദ്ഭിദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം, തരുക്കളും, അതായത് ഇവിടെ വൃക്ഷലതാദികൾ. തരു ഗുൽമാദി, ഗുൽമ എന്ന് പറഞ്ഞാൽ പൊന്തക്കാട്. അപ്പോൾ ഇവിടെ എല്ലാവിധത്തിലുള്ള ചെടികളും, സസ്യലതാദികൾ, അപ്പോൾ വൻവൃക്ഷങ്ങളും. തരു ഔദ്ഭിദ്യം എന്നെങ്കിൽ വൻവൃക്ഷങ്ങളും ചെറുചെടികളും വള്ളികളും ഇതൊക്കെ ലഭ്യമാക്കിയാലും അപ്പോഴേ ഭൂമി സമൃദ്ധമാവുകയുള്ളൂ എന്നർത്ഥം. എനിക്കായിക്കൊണ്ട് മരങ്ങളും, അഥവാ വൃക്ഷങ്ങളും, വൃക്ഷലതാദികൾ, സകലമാന സസ്യങ്ങൾ എനിക്ക് ദീയതാം, ലഭ്യമാക്കിയാലും എനിക്ക് തരപ്പെടട്ടെ. ജൈത്രഞ്ച ഔദ്ഭിദ്യം, ജൈത്രഞ്ച മഹൗദ്ഭിദ്യം ജമേ. ചൊല്ലുന്ന ജൈത്രഞ്ച മഹൗദ്ഭിദ്യം ജമേ. ഔദ്ഭിദ്യം വൃക്ഷലതാദികൾ എനിക്കായിക്കൊണ്ട് ലഭ്യമാക്കിയാലും അപ്പോഴേ ഭൂമി ഫലപുഷ്ടിയുള്ളതും പരിപൂർണമായതുമാവുള്ളൂ. എല്ലാ രീതിയിലും പൂർണ്ണമാകണമെങ്കിൽ വൃക്ഷലതാദികൾ കൂടി ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഔദ്ഭിദ്യം ജമേ ജൈത്രഞ്ച മഹൗദ്ഭിദ്യം ജമേ. ഇനി ഔദ്ഭിദ്യം തരു ഗുൽമാദീനാം ഉൽപ്പത്തി, വൃക്ഷലതാദികളുടെ ഉൽപ്പത്തി, അവകളും ഉണ്ടാവട്ടെ എനിക്കായിക്കൊണ്ട് സമൃദ്ധമായിട്ട്. രയിച്ചമേ, പിന്നെ പോരല്ലോ, രയി സ്വർണം, സുവർണം ജമേ, സുവർണം ദീയതാം. സ്വത്തിൻ്റെ ഒരു ഭാഗമാണ് സുവർണം എന്ന് പറയുന്നത്. വിലപിടിപ്പുള്ള സാധനമാണത്, ലോഹമാണ്. അതുകൊണ്ട് സുവർണത്തെയും ദീയതാം. രയിച്ചമേ രായശ്ചമേ. മണി മുക്താദീനാം സമൃദ്ധി. മുക്താദീൻ, മണി എന്ന് പറഞ്ഞാൽ
വിലപ്പെട്ട കല്ലുകൾ, നവരത്നങ്ങൾ, അതുപോലെ മുത്തുകൾ, ഇവകളൊക്കെ തന്നെ വാല്യുബിൾസാണ്, അങ്ങേയറ്റം വിലയുള്ളവയാണ്, മൂല്യമുള്ളവയാണ്. അതുകൊണ്ട് രായശ്ചമേ രായഹ രായഹ മണിമുക്താദീനാം സമൃദ്ധി. മണികളും, മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലപിടിപ്പുള്ള കല്ലുകൾ, നവരത്നങ്ങളും, മുക്താദീനാം സമൃദ്ധിക്ക്, മുക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുകൾ. അപ്പോൾ വിലപിടിപ്പുള്ള കല്ലുകളും അതുപോലെ മുത്തുകളും ദീയതാം ലഭ്യമാക്കിയാലും എനിക്കായിക്കൊണ്ട്. രയിച്ചമേ രായശ്ചമേ, അപ്പോൾ രായഹ ദീയതാം മണിമുക്താദീനാം സമൃദ്ധി, അത്തരത്തിലുള്ള അവസരത്തെ, അത്തരത്തിലുള്ള സമൃദ്ധി ഉണ്ടാവട്ടെ, ദീയതാം. പിന്നെ പുഷ്ടഞ്ചമേ, പിന്നെ പുഷ്ടഞ്ചമേ, ഇവിടെ രയിച്ചമേ, രേഹി ചമേ, രേഹി ദീയതാം, രായഹ രായച്ചമേ മണിമുക്താദീനം സമൃദ്ധി, രായഹ ചമയെന്ന് പറഞ്ഞു, രായഹ ദീയതാം. പിന്നെ എന്താണ്? പുഷ്ടം, ഇവകളെല്ലാം തന്നെ സമൃദ്ധമായിട്ടുണ്ടാവട്ടെ, പുഷ്ടം ജമേ. അപ്പോൾ സുവർണ മണിമുക്താദീനാം സമൃദ്ധിയാണ് ഈ സുവർണത്തിനും അതുപോലെ ഈ മണിമുക്താദീനും, അതായത് വിലപിടിപ്പുള്ള കല്ലുകളും അതുപോലെ തന്നെ മുത്തുകളും സമൃദ്ധമായിട്ട് ലഭ്യമാകട്ടെ. പുഷ്ടം ജമേ, പുഷ്ടം എന്ന് പറഞ്ഞാൽ പുഷ്ടി എന്നുള്ള അർത്ഥവുമുണ്ട്, ആരോഗ്യം എന്നുള്ള അർത്ഥവും അത് വേറെ അടുത്തതായിട്ട് വരുന്നുണ്ട്. പുഷ്ടം ജമ, സമൃദ്ധമായിട്ട് ഇവയെ ലഭ്യമാക്കിയാലെന്ന് അർത്ഥം അവിടെ. അതായത് സുവർണവും അതുപോലെ തന്നെ മണിമുക്താദീനം സമൃദ്ധി, ഇവകളിൽ തന്നെ സമൃദ്ധമായിട്ട് ദീയതാം ലഭ്യമാകട്ടെ. പിന്നെ പുഷ്ടിശ്ചമേ, പുഷ്ടി ശരീരപോഷകം, ആരോഗ്യമുള്ള ശരീരത്തെ തിന്നാലും ശരീരത്തിന്, അല്ലെങ്കിൽ ഇവയൊക്കെ തന്നെ ഉപയോഗിച്ച് ശരീരവും പുഷ്ടിപ്പെടട്ടെ, അഥവാ ശരീരം പുഷ്ടിപ്പെടുന്നതിനായിട്ടുള്ള ആഹാര സാധനങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള വിലപിടിപ്പുള്ള വൈഡൂര്യം, അതായത് നവരത്നങ്ങൾ, മുത്തുകൾ, ഇവളെ ലഭ്യമാക്കി തന്നാലും അത് സമൃദ്ധമായിട്ട്, പുഷ്ടം ചമ സമൃദ്ധമായിട്ട് ലഭ്യമാക്കിയാലും, പിന്നെയുള്ളത് പുഷ്ടിച്ചമേ, ശരീരത്തിന് നല്ല ആരോഗ്യത്തെയും കൂടി തരണം. എങ്കിലേ ഇവയെല്ലാം തന്നെ നമുക്ക് ഈ വസ്തുക്കളെല്ലാം ഉണ്ടാവണം, ഇതൊക്കെ അനുഭവിക്കാനായിട്ടും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് ശരീര ആരോഗ്യം ആവശ്യമാണെന്ന് അർത്ഥം. ഇവകളൊക്കെ സമൃദ്ധമായി ഉണ്ടാവുകയും എന്നാൽ രോഗാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്താൽ ഇവകളെല്ലാം ഒന്നും തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഈ വസ്തുക്കളെല്ലാം സമൃദ്ധമായിട്ട് ലഭ്യമാക്കുകയും അതോടൊപ്പം തന്നെ അത് അനുഭവിക്കാനായിട്ടുള്ള ആരോഗ്യം കൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നു. ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരത്തെ നമുക്ക് ദീയതാം ലഭ്യമാക്കിയാലും എന്നർത്ഥം. പുഷ്ടിച്ചമേ. ഇനി വിഭുജമേ, ഇവയെല്ലാം തന്നെ, ഈ മേൽപ്പറഞ്ഞ അവയെല്ലാം തന്നെ ധാരാളം ഉണ്ടാകണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അതാണ് ഈ വിഭുജമേ, പ്രഭുജമേ, ബഹുജമേ, ഭൂയശ്ചമേ, പൂർണ്ണം ജമേ, പൂർണ്ണതരം ജമേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് കൂടുതൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിഭുജമേ, ഇവ ധാരാളം തന്നാലെന്ന അർത്ഥമാണ്. പ്രഭുജമേ, പ്രഭു പറഞ്ഞാൽ പ്രഭുത്വം എന്നുള്ള അർത്ഥമുണ്ട്, അതീശത്വം എന്നുള്ള അർത്ഥമെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഭുജമേ, ഇത് ധാരാളം തരാൻ പറഞ്ഞു. പ്രഭുജമേ, അതായത് പ്രഭുത്വം ലഭിക്കത്തക്ക വിധത്തിൽ ഇവകളെല്ലാം എനിക്കുണ്ടാവട്ടെ എന്ന്. അപ്പോൾ ഇത് ഇനിയും കൂടുതലുണ്ടാവട്ടെ എന്നർത്ഥം. പിന്നെയോ ബഹുജമേ, കണ്ടമാനം ഉണ്ടാവട്ടെ ഇവകളെല്ലാം സമർത്ഥമായിട്ട്, മേൽപ്പറഞ്ഞ വസ്തുക്കളെല്ലാം എന്നർത്ഥം. ഭൂയച്ഛമേ, ഇഷ്ടം പോലെ യഥേഷ്ടം ഉണ്ടാവട്ടെ എന്നർത്ഥം. പിന്നെ പൂർണ്ണം ജമേ, പൂർണ്ണമായിട്ടുണ്ടാവട്ടെ, ഇവകളെല്ലാം തന്നെ പരിപൂർണമായിട്ടുണ്ടാവട്ടെ, എല്ലാം ലഭ്യമാകട്ടെ, ദീയതാം. പിന്നെയോ പൂർണ്ണതരം, കമ്പാരിറ്റീവ് ഡിഗ്രിയാണത്. പൂർണ്ണതരം, ഇനിയും കൂടുതലായിട്ട് പൂർണ്ണമായിട്ടുണ്ടാവട്ടെ എന്നർത്ഥം. പൂർണ്ണം ജമേ, പൂർണ്ണതരം ജമേ, ക്ഷിതിച്ചമേ, പൂർണ്ണതരം ജമേ, ക്ഷിതിച്ചമേ, അക്ഷിതി, പൂർണ്ണം ചമേ, പൂർണ്ണതരം ചമേ, പിന്നെ അക്ഷിതി,
എന്നാണ്. പൂർണ്ണം ചമേ പൂർണ്ണതരം ചമേ ക്ഷിതി. അക്ഷിതി ആവുണ്ട് അവിടെ, അത് ഇലയിടാവുകയാണ്. ചേർത്ത് വായിക്കുമ്പോൾ ആ ഒഴിവാക്കുന്നതാണ്, എലീഷൻ എന്ന് പറയും. അപ്പോൾ പൂർണ്ണതരം ചമേ ക്ഷിതി ചമേ അക്ഷിതി എന്നാണ്. പൂർണ്ണതരം ചമേ അക്ഷിതി ചമേ പൂർണ്ണതരം ചമേ ക്ഷിതി ചമേ. അക്ഷിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മേൽപ്പറഞ്ഞ ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള രത്നമുക്താദികളും അതുപോലെ സുവർണവും ഈ വിലപിടിപ്പുള്ള ലോഹവും അതുപോലെ തന്നെ നവരത്നങ്ങളും വിലപിടിപ്പുള്ള കല്ലുകളും അതുപോലെ തന്നെ മുത്തുകളും എല്ലാം തന്നെ ധാരാളമായിട്ട് ഉണ്ടാവട്ടെ എന്നാണ്. വിഭുജമേ പ്രഭുജമേ ബഹുജമേ ഭൂയച്ഛമേ പൂർണ്ണം ചമേ പൂർണ്ണതരം ചമേ ക്ഷിതി ചമേ അക്ഷിതി. ഇവയെല്ലാം തന്നെ എങ്ങനെയാണ്? ഇവയുടെ എല്ലാം സ്റ്റോക്ക് ലഭ്യത ഒരിക്കലും കുറയരുതെന്നർത്ഥം. അക്ഷിതി, ക്ഷിതി എന്ന് പറഞ്ഞാൽ നാശം, ഭൂമി എന്നുള്ള അർത്ഥം വരെ ഉണ്ട്. ഇവിടെ അക്ഷിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശമില്ലാത്തത് എന്നർത്ഥം. അപ്പോൾ ഇവയുടെയൊക്കെ അളവ് സമൃദ്ധിയിൽ കുറവ് വരരുത്, നല്ല സമൃദ്ധമായിട്ട് എല്ലായ്പ്പോഴും ഉണ്ടാവണം എന്നാണ് അക്ഷിതി. ക്ഷിതി ഉണ്ടാവാതെ ഇവയെല്ലാം ഇരിക്കട്ടെ, ഈ വസ്തുക്കളെല്ലാം എന്നോടൊപ്പം ഉണ്ടാവട്ടെ, എനിക്കുണ്ടാവട്ടെ എന്നർത്ഥം. ദീയതാം ഇവയെല്ലാം അപ്രകാരം ദീയതാം ലഭ്യമാക്കിയാലും എന്നർത്ഥം. അക്ഷിതി എന്ന് പറഞ്ഞാൽ നാശമില്ലാതെ ഈ ധാന്യങ്ങളും വിലപിടിപ്പുള്ള ലോഹങ്ങളും കല്ലുകളും അതുപോലെ തന്നെ മറ്റുള്ള സമ്പത്തുകളും എല്ലാം തന്നെ സമൃദ്ധമായി ഉണ്ടാവട്ടെ, അക്ഷിതി രൂപത്തിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ക്ഷിതിയില്ലാതിരിക്കട്ടെ, നാശമില്ലാതിരിക്കട്ടെ, അതിൻ്റെ അളവിൽ കുറവ് വരാത്ത വിധത്തിൽ സമൃദ്ധമായിട്ടുണ്ടാവട്ടെ, എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നർത്ഥം. അക്ഷിതി നാശമില്ലാതെ ഇരിക്കട്ടെ, കുറവില്ലാതിരിക്കട്ടെ എന്നർത്ഥം. അക്ഷിതി ക്ഷിതിയില്ലാതെ നാശമില്ലാതെ. കൂയവാ ആശ്ചമേ കൂയവാശ്ചമേ കൂയവാഹ എന്ന് പറഞ്ഞാൽ പിന്നെ യവ എന്ന് പറഞ്ഞാൽ ഈ കൂയവയും കൂയവ എന്ന് പറഞ്ഞാൽ ചെറു ബാർലിയാണത്. യവം എന്ന് പറഞ്ഞാലും ബാർലിയാണ്, സാധാരണ ബാർലി. അത് ചെറുമണികളുള്ള ബാർലിയാണ് കൂയവ. കൂയവാഹ ചമേ കൂയവാശ്ചമേ ദീയതാം എന്ന് ലഭ്യമാക്കാലും കൂയവാഹ കൂയവ എന്ന് പറയുന്നത് കൂയവാഹ, ഇവിടെ ബഹുവചനം കൂയവാഹ ചെറു ബാർലി ധാന്യം ദീയതാം ലഭ്യമാക്കിയാലും. വ്രീഹയശ്ചമേ വ്രീഹി വ്രീഹയ ഇതെല്ലാം പ്ലൂറലാണ്. വ്രീഹയശ്ചമേ വ്രീഹി 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 വ്രീഹയ പ്ലൂറൽ ബഹുവചനം. വ്രീഹയ പാടി, നെല്ല്, സാധാരണ നെല്ല്, ധാന്യം, നെല്ല് ലഭ്യമാക്കിയാലും എന്നർത്ഥം. വ്രീഹി എന്ന് പറഞ്ഞാൽ അരി. ഇനി അരിയുടെ ഓരോന്ന് ക്വാളിറ്റി ഓരോ സെപ്പറേറ്റായിട്ട് ഇന്ന അരികൾ വേണമെന്ന് വരുന്നു. വ്രീഹയശ്ചമേ നെല്ല് വർഗത്തെ തന്നാലും, കാരണം ഭക്ഷണത്തിന് നെല്ല് ആവശ്യമാണ്, ഗോതമ്പ് ആവശ്യമാണ്, ഒരുപാട് സാധനങ്ങൾ പയറുവർഗ്ഗങ്ങൾ ആവശ്യമാണ്, ഇതെല്ലാം വരുന്നുണ്ട് ഇതിൽ. പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ ഇതിൽ പറയുന്നു. വ്രീഹയശ്ചമേ നെൽവർഗത്തെ എത്തുന്നാലും, നല്ല നെൽവർഗത്തെ എത്തുന്നാലും. പിന്നെ യവാ ആശ്ചമേ യവം എന്ന് പറഞ്ഞാലും ബാർലി തന്നെയാണ്. യവാ സാധാരണ ബാർലിയാണത്. അത് കൂയവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബാർലി, ഇത് സാധാരണ ബാർലി. യവാ ആശ്ചമേ യവം ബാർലി. മാഷാ ആശ്ചമേ മാഷ ഉഴുന്ന്, മാഷാശ്ചമേ. പിന്നെ തിലാ ആശ്ചമേ തില തിലാഹ തിലാശ്ചമേ തിലം എന്ന് പറഞ്ഞാൽ എള്ള്, എള്ളും ലഭ്യമാവട്ടെ. തിലയം ദീയതാം തിലഹ ദീയതാം. പിന്നെ മുദ്ഗ ആശ്ചമേ മുദ്ഗ എന്ന് പറഞ്ഞാൽ ചെറുപയർ. ഖൽവാ ആശ്ചമേ ഖൽവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അർത്ഥങ്ങൾ കാണുന്നുണ്ട്. വൈദിക ഇതിൽ ചണകം, ചണവിത്ത്, ചണകം എന്നാണ് കാണുന്നത്. ചണവിത്തുകൾ പ്രോട്ടീൻ കണ്ടൻറ്റ് ധാരാളമുള്ളതാണ്. ചണവിത്ത്. ഖൽവാ ആശ്ചമേ ചണകം ഖൽവാ. ഗോതൂമാ ആശ്ചമേ
ഗോതമ്പ ധാന്യമാണ് ഭക്ഷണ സാധനം. ഗോതൂമാ അഷ്ടമേ മസൂരാഷ്ടമേ ഇതെങ്ങനെ പറയുന്നു ചൊല്ലുന്നു നോക്കുക. പൂർണ്ണന്തരമേ ക്ഷിതിഷ്ടമേ കുയവാഷ്ടമേ അന്നഞ്ചമേ അക്ഷുച്ചമേ. അത് വിട്ടുപോയെന്ന് തോന്നുന്നു. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനം. അന്നഞ്ചമേ ക്ഷുച്ചമേ വ്രീഹയഷ്ടമേ യവാഷ്ടമേ. ചൊല്ലുന്ന രീതി യവാഷ്ടമേ മാഷാഷ്ടമേ മാഷ ഉഴുന്ന്. തിലാഷ്ടമേ തില എള്ള്. മുദ്ഗാഷ്ടമേ മുദ്ഗ ചെറുപയർ. കൽവാഷ്ടമേ ചണകം കൽവ. ഗോതൂമാഷ്ടമേ മസൂറാഷ്ടമേ മസൂർ പരിപ്പ്. അതും കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. തോരപ്പരിപ്പിൻ്റെ തന്നെ ഒരു വെറൈറ്റി മസൂർ പരിപ്പ്. മസൂറാഷ്ടമേ പ്രിയങ്കവഷ്ടമേ. പ്രിയങ്കവ എന്ന് പറഞ്ഞാൽ തിന എല്ലാ ധാന്യങ്ങളാണ്. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ. തിലാഷ്ടമേ പ്രിയങ്കവഷ്ടമേ തിന. പിന്നെ പ്രിയങ്കവഷ്ടമേ അണവഷ്ടമേ എന്നാണത്. ചെറിയ ധാന്യം എന്നർത്ഥം. ചെറിയ അരി, ചെറിയ മണിയുള്ള അരികളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയങ്കവഷ്ടമേ അണഷ്ടമയാണ്. ഒന്നിച്ച് പറയണം. പ്രിയങ്കവഷ്ടമേണവഷ്ടമേ അണവഷ്ടമേ. പ്രിയങ്കവഷ്ടമേ അണവഷ്ടമേ പ്രിയങ്കവഷ്ടമേണവഷ്ടമേ. ആ എലിഷ്ടം വരും. ഒന്നിച്ച് പറയാൻ വസ്തു. ഓ പ്രിയങ്കവഷ്ടമേണവഷ്ടമേ അണവഹ അണു ചെറിയ അണവഹ പ്ലൂറൽ ബഹുവചനം. അപ്പോൾ ചെറിയ ധാന്യങ്ങൾ, അരി പോലെയുള്ള ധാന്യങ്ങളിൽ ചെറുത്. പല വെറൈറ്റി ഉണ്ട് അരികൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഇപ്പോൾ വെളിയൻ, അതുപോലെ തന്നെ കൈമ, ഗന്ധകശാല, ജീരകശാല, ഇതൊക്കെ ചെറിയ ചെറിയ അരികളാണ്. നന്നായിരിക്കും. വെളിയൻ അരി എന്ന് പറഞ്ഞാൽ വലുതാണ്. ഇപ്പോൾ എവിടെയും കാണാമെന്ന് കാണാം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നല്ല. അപ്പോൾ പ്രിയങ്കവഷ്ടമേണവഷ്ടമേ അണവഹ ചെറിയ ധാന്യമാണ്. ചെറിയ മണിയുള്ള അരി. ജീരകശാലം, ഗന്ധകശാലം ചെറിയ മണിയാണ്. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ മണിയുള്ള ശാലി ധാന്യങ്ങൾ. ശാലി അരി, ശാലി നെല്ല്. പിന്നെ ശ്യാമാകാഷ്ടമേ. ശ്യാമാക പറഞ്ഞാൽ ചാമയരി, ചാമ. പിന്നെയുള്ളത് നീവാരാഷ്ടമേ. നീവാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരിനെല്ല്. ഇതൊക്കെ നല്ല വെറൈറ്റി അരിവർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇവകളൊക്കെ തന്നെ. അപ്പോൾ സുഖകരമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാണെങ്കിൽ നല്ല സ്വാദുള്ള അരിവർഗ്ഗങ്ങൾ ഇവകളൊക്കെ തന്നെ നമുക്ക് ആവശ്യം. അതുപോലെ ശരീരത്തിൻ്റെ പോഷണത്തിനായിട്ട് പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, അത്രയും സാധനങ്ങൾ കൂടെ ലഭ്യമാക്കി തന്നാലും കൽപ്പതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതൊന്നുകൂടെ നമുക്ക് ചൊല്ലാം. ഊർച്ചമേ സൂനൃതാചമേ പയഷ്ടമേ രസച്ചമേ ഘൃതഞ്ചമേ മധുജമേ സഗ്ധിഷ്ടമേ സപീരിഷ്ടമേ കൃഷിഷ്ടമേ വൃഷ്ടിഷ്ടമേ ജൈത്രഞ്ചമൗദ്ഭിദ്ധ്യം ചമേ രയിശ്ചമേ രായശ്ചമേ പുഷ്ടം ചമേ പുഷ്ടിച്ഛമേ വിഭുജമേ പ്രഭുജമേ ബഹുജമേ ഭൂയശ്ചമേ പൂർണ്ണം ചമേ പൂർണ്ണതരം ചമേ ക്ഷിതിശ്ചമേ കൂയവാശ്ചമേന്നം ചമേ ക്ഷുച്ഛമേ വ്രീഹയശ്ചമേ യവാശ്ചമേ മാഷാശ്ചമേ തിലാശ്ചമേ മുദ്ഗാശ്ചമേ ഖൽവാശ്ചമേ ഗോതൂമാശ്ചമേ
മസൂരാശ്ച മേ പ്രിയങ്കവശ്ച മേ നവശ്ച മേ ശ്യാമാഗാശ്ച മേ നീവാരാശ്ച മേ. ഇത്രയുമാണ് 4-ാം അനുഭാഗത്തിൽ, അതായത് 36 ഐറ്റംസ്, 36 ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭക്തൻ. അടുത്ത വീഡിയോയിൽ 5-ാമത്തെ ചമകം 5-ാം അനുഭാഗത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ രുദ്രായ.